നമ്മുടെ മാതൃഭാഷയാണല്ലോ മലയാളം. അറിവിൻ്റെ ലോകത്തിലേക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ഓരോ കുട്ടിയും ഹരിശ്രീ ഗണപതയെ നമ എന്നെഴുതുന്നതിനോടൊപ്പം ആദ്യമായി എഴുതുന്ന അക്ഷരം ആ എന്നാണല്ലോ. അങ്ങനെ അറിവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ അക്ഷരങ്ങളും വാക്കുകളും വ്യാകരണവും എല്ലാം പഠിക്കുന്നു. എന്നാൽ മലയാളികളായ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്ത ഒന്നാണ് മലയാളം അക്കങ്ങൾ. അതെ, മലയാളത്തിൽ അക്കങ്ങൾ ഉണ്ടെന്ന കാര്യം പോലും മലയാളികളായ നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമായ ഒരു സംഭവത്തെപ്പറ്റി പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു പാത്രക്കടയിൽ പോയി. അവിടെ പാത്രങ്ങളിലെല്ലാം വില എഴുതിയിരിക്കുന്നത് മലയാളം അക്കങ്ങൾ ഉപയോഗിച്ചാണ്. അത് കണ്ടപ്പോൾ ഒരു കൗതുകവും ചെറിയ വിഷമവും തോന്നി. ഒട്ടുമിക്ക മലയാളികൾക്കും മലയാളം അക്കങ്ങൾ വായിക്കാൻ അറിയില്ല എന്ന പൂർണ്ണ ബോധ്യമാണ് ആ കടക്കാരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നതിൽ തർക്കമില്ല. അങ്ങനെയാണ് മലയാളം അക്കങ്ങളെപ്പറ്റി ഒരു അവബോധമുണ്ടാക്കണമെന്ന് തോന്നുകയും അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് മലയാളം അക്കങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാലോ? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയുമെല്ലാം ബസ്സുകളിൽ അവയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ അവരുടെ മാതൃഭാഷയിൽ കൂടി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം മലയാളം അക്കങ്ങൾ കൂടി പഠിപ്പിക്കാൻ സർക്കാർ മുൻകൈയെടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഭാവിയിലെങ്കിലും മലയാളികൾ വായിക്കാതിരിക്കാൻ മലയാളം അക്കത്തിൽ വില എഴുതുന്ന രീതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.